നമസ്കാരം. വിരളി പൂണ്ട ചൈന ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അമേരിക്ക ചൈന തുറന്ന യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായി പല വഴികളും ഇപ്പോൾ ചൈന നോക്കുന്നുണ്ട്. ഇപ്പോഴിതാ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ഇന്ത്യയുടേക്കാൾ 3 ഇരട്ടിയിലധികം തുകയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇന്ത്യ 2025-26 വർഷത്തിൽ $7,880 കോടി ചെലവഴിക്കുന്നതെങ്കിൽ ചൈന $24,500 കോടി ചെലവഴിക്കുന്നത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ച ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് പ്രതിരോധ വിദഗ്ധർ പറയുന്നുമുണ്ട്. ആത്മനിർഭർ ഭാരതത്തിലൂടെ ഇന്ത്യ പ്രതിരോധ രംഗത്തേക്ക് ആവശ്യമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതും ചൈനയെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈന മുൻവർഷത്തിനേക്കാൾ 7.2% അധികം തുകയാണ് ഈ വർഷം ആയുധങ്ങൾ വാങ്ങാനും ആയുധ ഉൽപാദനം കൂട്ടാനും ചെലവഴിക്കുന്നത്. കര, വായു, നാവികസേനകളെ കൂടുതൽ സുശക്തമാക്കുന്നതിനും അപ്പുറം ആണവ, ബഹിരാകാശ, സൈബർ രംഗത്തും സേനയെ സുശക്തമാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. ഇൻഡോ പസഫിക് മേഖലയിലെ സംഘർഷം, ഇന്ത്യ ഉൾപ്പെടെയുള്ള അതിർത്തി രാജ്യങ്ങളുമായുള്ള വഴക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുമായി വർദ്ധിച്ചുവരുന്ന സംഘർഷം, തായ്വാനുമായുള്ള സംഘർഷങ്ങൾ, ഇതെല്ലാം ചൈനയെ കൂടുതൽ അരക്ഷിതമാക്കുന്നതിനാലാണ് കൂടുതൽ തുക ഈ വർഷം നീക്കിവച്ചിരിക്കുന്നത്. 20 ലക്ഷം പേർ അടങ്ങുന്നതാണ് ചൈനയുടെ പ്രതിരോധ സേനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ അംഗബലം. ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കിലോമീറ്ററുകളോളം ദൂരം അത്രയും ചൈന കൂടുതൽ തലവേദന സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. തായ്വാനിൽ US ഉൾപ്പെടെയുള്ള മൂന്നാം ശക്തി ഇടപെടുന്നത് ചൈനയ്ക്ക് വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. തെക്ക് കിഴക്കൻ ചൈന സമുദ്രത്തിനടുത്തുള്ള മലേഷ്യ, തായ്വാൻ, ഫിലിപ്പീൻസ്, ബ്രൂണൈ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായെല്ലാം ചൈന ശത്രുതയിലാണ്. ഇതെല്ലാം പ്രതിരോധ രംഗത്തെ തയ്യാറെടുപ്പുകൾ വർദ്ധിപ്പിക്കാൻ ചൈനയെ പ്രേരിപ്പിക്കുന്നു. എന്തായാലും US-ഉമായി ഇപ്പോൾ നിലനിൽക്കുന്ന ചുങ്കപ്പോരും വ്യാപാര യുദ്ധവും ഏത് നിമിഷവും മറ്റ് രീതികളിലുള്ള സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. എന്തായാലും ചൈനയുടെ സാമ്പത്തിക വളർച്ച തടയാൻ തയ്യാറെടുക്കുകയാണ് US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും. കിഴക്കൻ ലഡാക്കിലെ ഡംജോക്, ഡെസ്പാങ് എന്നീ പ്രദേശങ്ങളിൽ നിന്നല്ലാതെ ചൈന ഇതുവരെയും ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും കൂടുതൽ പട്ടാളക്കാരെ പിൻവലിച്ചിട്ടില്ലെന്നത് ഇന്ത്യക്ക് ഇപ്പോഴും ഭീഷണി തന്നെയാണ്. അതേസമയം സ്വന്തം കാലിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിലകൊള്ളുക എന്ന മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയമായ ആത്മനിർഭർ ഭാരത് പ്രതിരോധ മേഖലയിലേക്കും ഇന്ത്യ അതിശക്തമായി വ്യാപിക്കുകയാണ്. ഇതോടെ ഇന്ത്യ ആയുധ നിർമ്മാണ രംഗത്തും ആയുധ നിർമ്മാണ സാങ്കേതിക വിദ്യയിലും മുന്നേറുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.